Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മതരാഷ്ട്രമാക്കാനുള്ള ശ്രമം രാജ്യത്തെ ഛിന്നഭിന്നമാക്കുമെന്ന് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDP ആചാരി അഭിപ്രായപ്പെട്ടു. MES എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 75 വർഷങ്ങളിൽ 2014 വരെ വലിയ പരിക്കുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം വന്ന ഇപ്പൊ നമ്മൾ നിയമനിർമ്മാണ സഭകൾ നോക്കാം. നിയമനിർമ്മാണ സഭകളിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പൗരത്വ നിയമം വന്നു, മുത്തലാഖിന്റെ നിയമം വന്നു, വഖഫ് നിയമം വന്നു. ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാതെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുമായിട്ട് ഇപ്പൊ നിയമനിർമ്മാണ സഭകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് പാർലമെന്റിലായി കഴിഞ്ഞാൽ അവർക്ക് നമ്പറുകൾ മാത്രം മതി. നമ്പറുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് നിയമവും ഏത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമായാലും അവർക്ക് പാസ്സാക്കാൻ പറ്റും. കൈപൊക്കിയാൽ മതി. ഇതിന് അവസാനം ചോദിക്കും, എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നു എന്ന് ചോദിക്കും. അവർക്കാണ് ഭൂരിപക്ഷമെങ്കിൽ ഭൂരിപക്ഷം പേരും കൈപൊക്കും. അതോടെ ആ നിയമം പാസ്സാവും. പാർലമെന്റിൽ അതാ നടക്കുന്നത്. നിയമനിർമ്മാണ മേഖലകളിൽ അതാ നടക്കുന്നത്. ഇനി ഗവൺമെന്റുകൾ എന്താ ചെയ്യുന്നത് നമുക്ക് പറയാതിരിക്കില്ല നല്ലത്. ഉത്തർപ്രദേശ് ഗവൺമെന്റ് എല്ലാം എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശവും ഇല്ല, അവകാശം വേണ്ടതാനും. ആകെയുള്ളത് ഈ 2 അവകാശങ്ങൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അതേപോലെ തന്നെ സാംസ്കാരികവും അതേപോലെ ഭാഷാ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളാണ് നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്നതെന്ന് രാജ്യസഭാ അംഗം MP ഹാരിസ് ബീരാൻ പറഞ്ഞു. ന്യൂനപക്ഷ വേട്ട ഭരണകൂടത്തിന്റെ നയമാണെന്ന് ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഒറ്റക്കെട്ടായി രക്ഷപ്പെടുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. അതായത് ഭരണകൂടത്തിന് മതമില്ല. ഭരണകൂടം ഒരു മതത്തിനെയും പരിപോഷിപ്പിക്കുന്നില്ല. അതൊരു ഭാഗം. അടുത്തത്, ഈ എല്ലാ മതങ്ങൾക്കും വളരാനും പുഷ്ടിപ്പെടാനുമുള്ള സ്വാതന്ത്ര്യം. ഇത് രണ്ടും നമ്മുടെ ഭരണഘടനയിലുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി.